തൊലിയെല്ലാം ചെത്തിക്കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കൂടണ്ട, ഇതേപോലെ കനം കുറച്ച്, എന്നാൽ തീരെ കുറഞ്ഞു പോകല്ലേ. ഇനി ഇത് ഒന്നുകൂടെ കഴുകിക്കൊണ്ട് വരാം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഉള്ള പൊടിയൊക്കെ ഇതേ പിടിക്കുള്ളൂ. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട്, ഒരു കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. മുട്ടയ്ക്കകത്തോട്ട് ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് ഇതേപോലെ നിരപ്പുള്ളൊരു പാൻ അങ്ങോട്ട് കൊടുക്കും. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ പിറക്കി അങ്ങോട്ടിടാം. ഇതേപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കും. അപ്പം നല്ല ഫ്രൈ ആണ്. ആ എണ്ണ ഒന്ന് നിർത്തി ഇനി അതേപോലെ തന്നെ ബാക്കിയോടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇതേപോലെ ചെയ്ത് പോകണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും.